ഹായ്. അപ്പോൾ ഇന്ന് ഞാനൊരു ബാഡ് ന്യൂസ് പറയാനാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നത്. ഓൺലൈനായിട്ട് ഇങ്ങനെയും ഒരു സ്കാമൊക്കെ നടക്കുന്നത് കുറച്ച് കഷ്ടമാണ് കേട്ടോ. നമ്മളെപ്പോലെയുള്ള സ്മോൾ ബിസിനസ്സൊക്കെ വളരെ അധികം ഒന്ന് ഡെവലപ്പായി വരുമ്പോഴത്തേക്കായിരിക്കും ഇതുപോലത്തെ ഒരു വലിയ ലോസൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് അഡ്രസ്സ് വെച്ച് വരെ ഷെയർ ചെയ്യുന്നത്, ഇനി ആരും തന്നെ ഈ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം ബൊട്ടീക്സ് ആയിരുന്നാലും ഓൺലൈൻ സെല്ലറായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ സെയിൽ ചെയ്യുന്ന ആരായിരുന്നാലും ശരി തന്നെ, ഈ ഒരു സെല്ലറിന് ഇനി ഒരു പ്രോഡക്റ്റ് ഒരിക്കലും കൊടുക്കില്ല. സെല്ലറല്ല, കസ്റ്റമറിന് ഒരിക്കലും ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കരുത്. കാരണം ഇവർ ഫേക്കാണ് കേട്ടോ. കാശ് പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് പ്രോഡക്റ്റ് എൻ്റെ നിന്ന് 2 പ്രോഡക്റ്റാണ് വാങ്ങിച്ചത്. ഒന്ന് ഈ കാണുന്ന പ്രോഡക്റ്റ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 1115 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ഒരു ബ്ലാക്ക് ആയിരുന്നു, അതും എല്ലാം കൊടുത്തു. പ്രോഡക്റ്റ് കാണിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രോഡക്റ്റിന് ഡെലിവറി ചെയ്തത് വേറൊരു പ്രോഡക്റ്റ് വെച്ചിട്ടായിരുന്നു ഡെലിവറി ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ അഡ്രസ്സ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കെയർഫുള്ളായിരിക്കുക. ഞാൻ ആ പ്രോഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അയച്ചിട്ടുള്ള പ്രോഡക്റ്റ് അല്ല എനിക്ക് തിരിച്ച് വന്നത്. ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് കാശും ലോസ്റ്റായിപ്പോയി. എന്ത് പറയാനാ, എനിക്കൊരു 2000 എനിക്ക് 2000 മേളിൽ എനിക്ക് നഷ്ടമായി കേട്ടോ. ഇങ്ങനെ ഒന്നും ആരെയും ചീറ്റ് ചെയ്യരുത്. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ എന്തിനാ ഇങ്ങനെ ചീറ്റ് ചെയ്ത് ജീവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അഡ്രസ്സ് സഹിതം വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു കസ്റ്റമറിന് നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുകയോ, നിങ്ങൾ വാട്സപ്പിലോ ഓൺലൈനിലോ എങ്ങനെയോ ആവട്ടെ, ഇൻസ്റ്റാഗ്രാമിലോ എങ്ങനെയോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരുന്നാലും ഇങ്ങനെ ഒരു കസ്റ്റമറിന് ഒരിക്കലും നിങ്ങൾ ഒരു പ്രോഡക്റ്റും ഷെയർ ചെയ്യരുത്, കൊടുക്കരുത്. കാശ് വളരെ മോശമായിട്ടാണ് റീഫണ്ട് ചെയ്ത് വാങ്ങിച്ചത്. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കത്തില്ല. എനിക്കറിയാൻ വയ്യാണ്ട് ചെയ്തു പോയതാണ്. എന്നായിരുന്നാലും ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ ഒരു അടി കിട്ടുമല്ലോ. എന്തായാലും ഇവർക്ക് ഒരു അടി കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ. 2 പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒന്ന് അലേർട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ പേരിൽ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തട്ടെ. ഇത് ഇങ്ങനെ ഫ്രോഡ് കാണിക്കുന്നവരെയൊന്നും വെറുതെ വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.